വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ തൊഴിലുറപ്പ് തൊഴിൽ ദിനങ്ങൾ 125-ൽ നിന്ന് ഇനിയും വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പാലക്കാട് BJP ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അന്ന് കൊടുത്തുകൊണ്ടിരുന്ന കൂലി 162 രൂപയാണ് ഒരു ദിവസം. ഇന്ന് ഈ സ്ഥാനത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 100 ദിവസമായിട്ട് അത് വർദ്ധിപ്പിച്ചു. ഇന്നത്തെ കേരളത്തിലെ കൂലി എന്ന് പറയുന്നത് 369 രൂപയാണ്. അറിയാമല്ലോ, അതെല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. 369 രൂപയാണ്. ഈ ആക്റ്റിലൂടെ 100 എന്നുള്ളത് 125 ആയിട്ട് വർദ്ധിച്ചു. 125 ദിവസമായിട്ട് വർദ്ധിച്ചു. അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന അവസരത്തിലും ഇപ്പോഴുമായിട്ട് താരതമ്യം ചെയ്താൽ അന്ന് വർഷം 36 ഡേയ്സ് ആയിരുന്നു, ദിവസങ്ങളായിരുന്നു ജോലി ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 125 ദിവസമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. 125 ദിവസമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്ക് വലിയ തുകയാണ് നീക്കിവെച്ചിരിക്കുന്നത്. തൊഴിലുറപ്പിലെ കുടിശ്ശിക കേരളം യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയാൽ ഉടൻ തുക ലഭിക്കും. ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഈ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ ആസ്തി രൂപത്തിലാക്കുക എന്നുള്ളതാണ്. നേരത്തെ പലപ്പോഴും കുഴിക്കുകയും പിന്നീട് അത് മൂടുകയും ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അത് സ്ഥിരമാക്കുന്നതിന് വേണ്ടി ആസ്തിയാക്കി മാറ്റുക. അതിനുവേണ്ടി ഉദ്ദേശിക്കുന്ന 4 മേഖലകൾ. ഒന്ന്, ഈ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി, അത് കുടിവെള്ളവും അതുപോലെ തന്നെ ജലസേചനത്തിനുമുള്ള ജലസുരക്ഷ ഉറപ്പാക്കുക. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ് കുഴിക്കുന്നതും അത് അണ്ടർ വാട്ടറായിട്ട് മാറുകയും അങ്ങനെയുള്ള സംവിധാനങ്ങളും ജലം സംഭരിക്കുന്ന പദ്ധതികളൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു സ്ഥിര സംവിധാനമായിട്ട് മാറ്റുക, അതൊരു ആസ്തിയായിട്ട് മാറ്റുക. മറ്റൊന്ന്, ഗ്രാമപ്രദേശങ്ങളിലെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ഈ സംവിധാനം ഉപയോഗിക്കുക, അതൊരു ആസ്തിയായിട്ട് മാറും. പിന്നെ ഉപജീവന മാർഗത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന വികസനം, അതിനുവേണ്ടിയുള്ള സംവിധാനമാക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം, അത് പലപ്പോഴും അത് ഗ്രാമങ്ങളിലും ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് അടിസ്ഥാനത്തിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി മുൻകരുതലുകളായിട്ടുള്ള അടിസ്ഥാന വികസനം, ഇത്രയും കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ വിമർശനം സാമുദായിക സംഘടനയുടെ വിമർശനത്തിൽ BJP മറുപടി പറയാറില്ല. സാമുദായിക സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിലപാട് പറയും. അത് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണം. ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് സമൂഹമാണെന്നും മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ കാര്യം എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഞാൻ BJP-ക്കാരന്. അതായത് നമ്മൾ ഈ സാമുദായിക സംഘടനകളുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊരിക്കലും ഒരു കൂട്ടരുടെ ഒരു പാർട്ടിക്കൊന്നും അനുകൂലമായിട്ട് നിൽക്കില്ല. അവരുടെ സമുദായത്തിന് എന്താണോ വേണ്ടത് കാലാകാലങ്ങളിൽ അതിനുവേണ്ടി അവർ പറയും. അടുത്ത സമയത്ത് അവർ മാറ്റി പറയും. അത് അവരുടെ സമുദായത്തിൻ്റെ ഇൻട്രസ്റ്റാണ്. അതിന് നമ്മളെന്തിനാ രാഷ്ട്രീയക്കാരെന്തിനാണ് ഇടപെടുന്നത്? അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടിയും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പോളിസി വേറെയാണ്, അവരുടെ സാമുദായിക സംഘടനകളല്ലേ, അവരെ സ്വാഭാവികമായിട്ടും അവരങ്ങനെ പറയും. അത് മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണം. രാഷ്ട്രീയക്കാരും മനസ്സിലാക്കിയ കുഴപ്പമില്ല. അല്ലാതെ സാമുദായിക സംഘടനകൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. സമൂഹം എന്ന് പറയുന്നത്, സമൂഹം അത് ജനാധിപത്യപരമായിട്ടുള്ള അതിനെ പ്രതികരിക്കുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഏത് സമുദായമാണെങ്കിലും അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് അവർ പ്രതികരിക്കുന്നത്. അവരുടെ സമുദായ അംഗങ്ങൾക്ക് വേണ്ടിയാണ്, സമുദായത്തിന് വേണ്ടിയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണെന്ന് വേണ്ടത് സമൂഹമല്ല തീരുമാനിക്കേണ്ടത്, രാഷ്ട്രീയ പാർട്ടികളല്ല, മൊത്തം സമൂഹമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, മീഡിയയ്ക്ക് മീഡിയയുടെ അഭിപ്രായം പറയാം, അല്ല സമൂഹത്തിൻ്റെ അഭിപ്രായം പറയാം. ജനാധിപത്യ രീതിയിലല്ലേ ചെയ്യുന്നത്, അല്ലാതെ. UTV ന്യൂസ്, പാലക്കാട്.